തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, ഒരാളുടെ മുറിയിൽ മേശപ്പുറത്ത് ഒരു കുപ്പിയിൽ കുടിവെള്ളവും മറ്റൊരു കുപ്പിയിൽ അല്പം വിഷവും ഇരിക്കുന്നുണ്ടായിരുന്നു. ദാഹിച്ചു കടന്നു വന്ന ആ മനുഷ്യൻ കുടിക്കുവാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുവാൻ ശ്രമിച്ചപ്പോൾ അടുത്തിരുന്ന വിഷം കുപ്പിയിലെ വെള്ളത്തോട് പറഞ്ഞു, നീ ഇപ്പോൾ തന്നെ അവസാനിക്കുവാൻ പോവുകയാണ്. വിഷമിച്ചിരിക്കുന്ന വെള്ളത്തെ നോക്കിയിട്ട് വിഷം പറഞ്ഞു, ഒരു മാർഗമുണ്ട്. എന്നിൽ നിന്നും ഒരു തുള്ളി ഞാൻ നിന്നിലേക്ക് പകരാം. നിൻ്റെ നിറം മാറുമ്പോൾ ആ മനുഷ്യൻ നിന്നെ കുടിക്കുകയില്ല, നിൻ്റെ ആയുസ് നീട്ടിക്കിട്ടുകയും ചെയ്യും. വെള്ളം സമ്മതിച്ചു. ഒരു തുള്ളി വിഷം ആ വെള്ളത്തിലേക്ക് പകർന്നു. അതോടുകൂടെ ആ വെള്ളത്തിൻ്റെ നിറം മാറി. ദാഹിച്ച മനുഷ്യൻ കുടിക്കുവാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ നിറം മാറിയത് കണ്ട് അദ്ദേഹം വെള്ളം കുടിക്കുന്ന ഉദ്യമം ഉപേക്ഷിച്ച് കടന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളത്തിലേക്ക് തന്നെ നോക്കി. തൻ്റെ ശുദ്ധമായ നിറം നഷ്ടമായി. ഉടനെ വെള്ളം വിഷത്തോട് പറഞ്ഞു, എന്നെ ആക്രമിക്കുവാൻ വന്ന എൻ്റെ ശത്രു കടന്നുപോയി. ഇനി നീ എനിക്ക് എൻ്റെ ആ പഴയ വെണ്മ തിരിച്ചു തരിക. അപ്പോൾ വിഷം പറഞ്ഞു, എനിക്ക് നിന്നെ മലിനപ്പെടുത്താൻ മാത്രമേ കഴിയുകയുള്ളൂ. നിന്നെ വീണ്ടും ശുദ്ധീകരിക്കാനുള്ള കഴിവ് എനിക്കില്ല. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ താൽക്കാലികമായി നേടിയെടുക്കുന്ന ചില സഹായങ്ങൾ നമ്മളെ നിത്യമായും നാശത്തിലേക്ക് നയിക്കും. നമുക്ക് ദൈവം നൽകിയിട്ടുള്ള നന്മയുണ്ട്. ആ നന്മയിൽ നിലനിൽക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. ചിലപ്പോൾ ആ നന്മ നമ്മെ തന്നെ ചില പരീക്ഷണങ്ങൾക്കോ അപകട സാധ്യതകളിലേക്കോ കൊണ്ടുവന്നെത്തിച്ചേക്കാം. അപ്പോഴൊക്കെ താങ്ങുവാൻ നമ്മുടെ ദൈവമുണ്ട്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് തിരിച്ചറിയേണ്ടതുമുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ സഹായം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളെപ്പോഴും ജാഗ്രത പുലർത്തണം. അത് എൻ്റെ തനിമയിൽ നിലനിൽക്കുവാൻ സഹായിക്കുമോ ഇല്ലയോ എന്ന്. വചനം നമ്മളോട് പറയുന്നത് ചെന്നായ്ക്ക് ആട്ടിൻകുട്ടിയുമായി എന്ത് ചങ്ങാത്തമെന്നാണ്. നമുക്ക് ദൈവം നൽകിയിട്ടുള്ള നമ്മുടെ കഴിവുകളിൽ ആശ്രയിച്ചുകൊണ്ട്, നമുക്ക് ദൈവം നൽകിയിട്ടുള്ള നമ്മുടെ തനിമയിൽ നിലനിന്നുകൊണ്ട് ചെയ്യുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുള്ളതാകട്ടെ ഇന്നത്തെ നമ്മുടെ നുറുങ്ങുവെട്ടം.